ഇന്ന് രാവിലെ 6 മണിയോടുകൂടിയാണ് ഈ കെട്ടിടം തകർന്നുള്ള അപകടം ഉണ്ടായത്. കൊടകര ജംഗ്ഷനിൽ തന്നെയുള്ള ഒരു ഇരുനില കെട്ടിടമാണ്. ആ കെട്ടിടത്തിന് ഏറെ പഴക്കമുണ്ടായിരുന്നു. അവിടെ ഇതര സംസ്ഥാന തൊഴിലാളികളാണ് താമസിച്ചിരുന്നത്. ഇന്നിപ്പോൾ ഈ ഒരു അപകടം നടക്കുന്ന സമയത്ത് 17 തൊഴിലാളികളാണ് അവിടെ ഉണ്ടായിരുന്നത്. അതിൽ എല്ലാവരും തന്നെ ഓടി രക്ഷപ്പെടാനായി ശ്രമിച്ചു ഈ ഒരു കെട്ടിടം തകർന്നു വീഴുന്ന ആ ഒരു സമയത്ത്. പക്ഷേ 3 പേർ ഈ കെട്ടിടത്തിനുള്ളിൽ തകർന്നു വീണ കെട്ടിടത്തിനകത്ത് അകപ്പെടുകയും ചെയ്തു. ഉടനടി തന്നെ അവിടേക്ക് ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും അതിനോടൊപ്പം തന്നെ പോലീസും നാട്ടുകാരും എല്ലാം ചേർന്നെത്തുകയും രക്ഷാപ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു. പക്ഷേ 3 പേർ ഈ കെട്ടിടത്തിനകത്ത് കുടുങ്ങുകയും ചെയ്തു. കെട്ടിട അവശിഷ്ടങ്ങൾക്കകത്ത് കുടുങ്ങുകയും ചെയ്തു. ഇതോടുകൂടി അവരെ പുറത്തെടുക്കാനായുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയാണ് ഉണ്ടായത്. 3 പേരെന്ന് പറയുമ്പോൾ 3 പേരും പശ്ചിമബംഗാൾ സ്വദേശികളാണ്. റൂബൽ, രാഹുൽ, അതുപോലെ തന്നെ അലിം എന്നീ പറയുന്ന 3 പേരാണ് ഈ ഒരു അപകടത്തിൽ മരിച്ചിരിക്കുന്നത്. ഇവരുടെ മൃതദേഹം അവിടെ നിന്ന് പുറത്തെടുക്കുന്നതിന് വേണ്ടി ഏകദേശം 2.5 മണിക്കൂറോളം ഫയർഫോഴ്സിനും അതുപോലെ തന്നെ നാട്ടുകാർക്കും രക്ഷാപ്രവർത്തകർക്കും എല്ലാം തന്നെ പ്രവർത്തിക്കേണ്ടി വന്നു. അത്രത്തോളം ഉള്ളിലായിരുന്നു, ഈ വലിയ കോൺക്രീറ്റ് പാളികൾക്ക് അടിയിലായിരുന്നു ഈ 3 പേരും കിടന്നിരുന്നത്. അത് തന്നെയാണ് ജീവൻ നഷ്ടപ്പെടാൻ ഇടയാക്കിയത്. ഇത് പ്രാഥമിക ഈ കെട്ടിടം വളരെ പഴക്കമുള്ളത്, അത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രധാനത. വളരെ പഴക്കമുള്ള ബിൽഡിങ്ങിൽ 10-17 പേർ താമസിക്കുന്നുണ്ടായിരുന്നു. ഇത് മഴയത്ത് എന്തായാലും കുറച്ച് ഭാഗം കുതിർന്നിട്ടാവും, ചോർച്ചയൊക്കെ ഉണ്ടായിരുന്നിട്ടുണ്ടാവാം. അപ്പോൾ ആ ഭാഗം മണ്ണ് കൊണ്ട് കെട്ടിയതായിട്ട് വളരെ പെട്ടെന്ന് തന്നെ വെള്ളം കയറി അത് സോക്കാവുകയും അങ്ങനെ അത് മറിഞ്ഞു വീണതാണ്. എന്നാൽ ഈ കെട്ടിടത്തിന്റെ പഴക്കം സംബന്ധിച്ച് വലിയ പ്രശ്നങ്ങൾ നടക്കുകയാണ്. കാരണം മറ്റൊന്നുമല്ല, ഏകദേശം 70 വർഷത്തിലധികം പഴക്കമുണ്ട് ഈ കെട്ടിടത്തിന് എന്നുള്ളതാണ് പ്രാഥമിക നിഗമനം. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും പറയുന്നത് ഈ കെട്ടിടത്തിന്റെ ബലക്ഷയം തന്നെയാണ് ഇങ്ങനെ തകർന്നു വീഴാൻ കാരണമായത്. കെട്ടിടത്തിന്റെ ഭിത്തികൾ ഉൾപ്പെടെ കുതിർന്ന നിലയിലായിരുന്നു. ശക്തമായ മഴയിൽ ഈ കെട്ടിടത്തിന് കേടുപാടുകൾ സംഭവിച്ച് തകർന്നു വീഴുകയായിരുന്നു എന്നുള്ളതാണ് പ്രാഥമിക നിഗമനം. ഇക്കാര്യങ്ങളിലെല്ലാം തന്നെ ഒരു പരിശോധന നടത്തുമെന്നാണ് ജില്ലാ കളക്ടർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിന്റെ അന്വേഷണം നടത്തും. കൂടാതെ തന്നെ മറ്റ് സ്ഥലങ്ങളിലും നമ്മൾ ഇൻസ്പെക്ഷൻ നടത്തും. നമ്മൾ ജോയിന്റ് ഡയറക്ടർ LSCDയോട് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഇതര സംസ്ഥാന തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന പലയിടങ്ങളിലും സമാനമായ രീതിയിൽ തന്നെയാണ് കെട്ടിടങ്ങളുടെ അവസ്ഥ എന്നുള്ളത് തന്നെയാണ് പല ഭാഗങ്ങളിൽ നിന്നും ഇപ്പോൾ ഉയർന്നു വരുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. ഈ കൊടകര ഈ ഏരിയയിൽ തന്നെ നിരവധി ഇടങ്ങളിൽ സമാനമായ രീതിയിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്നുണ്ട്. അവർക്ക് യാതൊരു സുരക്ഷയും ഇല്ലാത്ത കെട്ടിടങ്ങളിൽ പോലും അവിടെ താമസ സൗകര്യം ഒരുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴത്തെ കണ്ടെത്തൽ. അതുപോലെ തന്നെ ഈ ഒരു കെട്ടിടത്തിന് ഫിറ്റ്നസ് ഉണ്ടായിരുന്നു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പഞ്ചായത്ത് അധികൃതർക്ക് പോലും കൃത്യമായ വ്യക്തത നമ്മൾ ചോദിച്ചപ്പോൾ ഉണ്ടായിരുന്നില്ല. എന്തായാലും തുടർ ദിവസങ്ങളിലെല്ലാം തന്നെ വിശദമായ പരിശോധനകൾ ഉണ്ടാകുമെന്നാണ് കളക്ടർ അറിയിച്ചിരിക്കുന്നത്. സുജി പട്ടാമിക്കൊപ്പം MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശൂർ.